മക്കളെ നമ്മള് കെമിസ്ട്രിയുടെ പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. ചാപ്റ്ററിന്റെ പേരെന്താ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ പേര് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. അപ്പൊ നമ്മൾ ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അല്ലെ. ത്രൂ ഔട്ട് എല്ലാ ഡേ ബൈ ഡേ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആസ്പെക്റ്റില് ചേഞ്ചസ് നടക്കുന്നുണ്ട് അല്ലെ. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നില്ലേ? റോഡിന്റെ പണി നടക്കുന്നുണ്ട് അല്ലെ. റോഡിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ ചേഞ്ചസ് ആണ് അല്ലെ. ഒരുപാട് എന്താ ട്രീസ് ഒക്കെ ഡെയിലി വലുതാവുന്നുണ്ട്. നമുക്ക് വീട്ടിലൊക്കെ പ്ലാന്റില് എന്താ ചെടീൻ്റെ അകത്ത് പൂക്കൾ ഉണ്ടാവുന്നുണ്ട്, കായ്ക്കൾ ഉണ്ടാവുന്നുണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ചേഞ്ചസ് ആണ് അല്ലെ. ത്രൂ ഔട്ട് നമ്മൾ എപ്പോൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം ചേഞ്ചസ് ആണ് അല്ലെ. ഞാന് നിങ്ങളോട് സംസാരിക്കുന്നു, അതൊരു ചേഞ്ച് അല്ലേ. ഞാൻ കുറെ നേരം മിണ്ടാണ്ടിരിക്കുന്നു, എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അപ്പൊ എനിക്കതൊരു ചേഞ്ച് അല്ലേ. അപ്പൊ മൊത്തത്തിൽ എന്താണ്? ചേഞ്ചസ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ പറ്റും. നിങ്ങൾ രാവിലെ വീട്ടിലിരിക്കുന്നു, പിന്നെ നിങ്ങൾ സ്കൂളിൽ എത്തുന്നു, അതൊരു ചേഞ്ച് അല്ലേടാ. അങ്ങനെ ഫുൾ എന്താണ്? എവിടെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പം എന്താ, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പം ചിക്കൻ ഉള്ള ബിരിയാണി, ചിക്കൻ ഉള്ള ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണീൻ്റെ അകത്തുള്ള ചിക്കൻ ആദ്യം എന്തായിരിക്കും? നമ്മൾ വേവിക്കാത്ത ചിക്കൻ ആയിരിക്കും അല്ലെ. വേവിക്കാത്തൊരു ചിക്കൻ ആയിരിക്കും. പക്ഷെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെന്തിട്ടുള്ള ചിക്കൻ ആയിരിക്കും അല്ലെ. നന്നായിട്ട് വെന്തിട്ടുള്ള ചിക്കൻ ആയിരിക്കും അല്ലെ. അപ്പം ചിക്കനും അവിടെ ചേഞ്ച് സംഭവിച്ചില്ലേ? ഓക്കെ, ചിക്കന്റെ ഫോമിൽ എന്തുണ്ടായി? ചേഞ്ച്, വ്യത്യാസം വന്നു അല്ലെ. അപ്പം ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പം എന്താ ചേഞ്ച് എന്ന് പറഞ്ഞാല്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ചേഞ്ചിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ചേഞ്ച് സുഖമാണല്ലേ. നമ്മുടെ സറൗണ്ടിങ്സിൽ എപ്പോൾ നോക്കി കഴിഞ്ഞാലും ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ ഡിഫൈൻ ചെയ്യാൻ ഇത്ര പാടുണ്ടോ? ഇല്ല. എന്താ പറയുന്ന? Any process that alters one or more properties of a substance. അതാണ് ചേഞ്ചിന്റെ ഡെഫിനിഷൻ. എന്തെങ്കിലും ഒരു കാര്യം that alters one or more properties of a substance. ഒരു സബ്സ്റ്റൻസിന്റെ ഒന്നോ അതിൽ കൂടുതലോ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? Any process that alters one or more properties of a substance. ഒരു സബ്സ്റ്റൻസിന്റെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ചേഞ്ച് എന്ന് പറയുക അല്ലെ. പെന്നൊക്കെ ചേഞ്ച് ചെയ്യുന്നില്ലേടാ. പെന്നിന്റെ ഇങ്കൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മള് എഴുതി കുറെ എഴുതുമ്പോൾ പെന്നിന്റെ ഇങ്കൊക്കെ കഴിയുന്നുണ്ട് അല്ലെ. ഇങ്ക് കുറഞ്ഞു വരും, അതൊരു ചേഞ്ച് അല്ലേ. ആൻഡ് പെൻസിൽ എന്ത് ചെയ്യും? നമ്മൾ ഷാർപ്പൻ ചെയ്യുന്നതിനനുസരിച്ച് പെൻസിലിന്റെ സൈസ് കുറഞ്ഞു വരും. അതൊക്കെ എന്താണ്? ചേഞ്ചസ് ആണ് അല്ലെ. നിങ്ങൾക്ക് വേറെയും ഒരുപാട് ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റും. ഇതാ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇമേജ് കാണുന്നുണ്ടോ? എന്താ ചെയ്യുന്നത്? ഒരു വുഡിനെ എന്ത് ചെയ്യാണ്? പീസ് ആക്കുകയാണ് അല്ലെ. വെട്ടി മുറുക്കി അടുക്കി പെറുക്കി മുറിച്ചു മാറ്റുക. എന്തിനു വേണ്ടിയിട്ടാ ഇവര് ഇങ്ങനെ വുഡിനെ മുറിക്കുന്നത്? എന്ത് ചെയ്യാണ്? നമുക്ക് അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്, വിറകിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വുഡിനെ എന്ത് ചെയ്യും? കട്ട് ചെയ്തെടുക്കും അല്ലെ. കട്ട് ചെയ്തെടുക്കുമ്പം നമ്മൾ ആദ്യം ഇതെങ്ങനെയായിരുന്നുണ്ടോ? ഇതൊരു വലിയൊരു മരമായിരുന്നു അല്ലെ. എനിക്ക് മരം വരയ്ക്കാൻ ഭയങ്കരമായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് ഒരു മരമായിരുന്നു അല്ലെ. ഇതൊരു മരമാണ്. ഈ മരത്തിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറ്റുകയാണ്? പീസസ് ഓഫ് വുഡ് ആക്കി മാറ്റുകയാണ് അല്ലെ. ഇനിഷ്യലി അതൊരു മരമായിരുന്നു. നമ്മൾ ഈ മരത്തിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ പീസസ് ഓഫ് വുഡ് ആക്കി മാറ്റിയിട്ട് പീസ് ആക്കി മാറ്റുകയാണ് അല്ലെ. അപ്പൊ അതൊരു ചേഞ്ച് അല്ലേടാ. ഫസ്റ്റ് ഒരു മരമല്ലേ, ഈ മരമല്ലേ പിന്നെ പീസ് ആവുന്നേ. അപ്പൊ മരത്തിന് എന്ത് സംഭവിച്ചു? ചേഞ്ച് സംഭവിച്ചു അല്ലെ. കട്ടിങ് വുഡ് ഇൻ ടു പീസസ് എന്ന് പറയുന്നത് ഒരു ചേഞ്ച് അല്ലെ. ഇങ്ങനെ നോക്കുമ്പോ എല്ലാം ചേഞ്ചസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഇതാ ഇവിടെ എന്താ? തീയല്ലേ കത്തുന്നേ, വിറക് കത്തുന്നില്ലേടാ. ബേണിംഗ് ഓഫ് വുഡ് അല്ലേ ഞാൻ കാണിച്ചിരിക്കുന്നത്. ബേണിംഗ് ഓഫ് വുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് അല്ലെ. വുഡ് എന്ത് ചെയ്യാണ്? തീയിൽ കത്തുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും? ആഷസ് ഫോം ചെയ്യും അല്ലെ.
ചാരം ഉണ്ടാവും അല്ലെ, വെണ്ണീരുണ്ടാവും അല്ലെ, ചാരം ഉണ്ടാവും. അപ്പം വുഡ് കത്തുന്ന സമയത്ത് എന്തുണ്ടാവും? ചാരം ഉണ്ടാവും. അവിടെ വുഡ് മാറിയിട്ട് എന്ത് വന്നു? ചാരം വന്നു അല്ലെ. അപ്പം വുഡ് കത്തുന്നത് ഒരു ചേഞ്ച് ആണ്, വിറക് മുറിക്കുന്നത് ഒരു ചേഞ്ച് ആണ്. കട്ടിങ് ഓഫ് വുഡ് ഇസ് എ ചേഞ്ച്, ബേണിംഗ് ഓഫ് വുഡ് ഇസ് എ ചേഞ്ച് അല്ലെ. ഇതൊക്കെ എന്താണ്? ചേഞ്ച് ആണ് അല്ലെ. ഓക്കെ. ആൻഡ് വേറൊരു ചേഞ്ച് കണ്ടോ നിങ്ങള്? ഇതാണ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് കേട്ടോ. എന്താ മക്കളെ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വാട്ട് ഇസ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്? കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിൽക്ക് കുറെ നമ്മള് തുറന്നു വെച്ച് കഴിഞ്ഞാല് കുറെ കഴിയുന്ന സമയത്ത് എന്തായി? മിൽക്കിൽ നിന്ന് എന്തായിട്ട് മാറും? മിൽക്ക് എന്തായിട്ട് മാറുന്നതിനാ? പാല് തൈരായിട്ട് മാറും അല്ലേ. ഒന്നില് ഉറയൊഴിച്ചിട്ട് തൈരാക്കാൻ പറ്റും, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് മിൽക്കിനെ തൈരാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മിൽക്ക് എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറിയടാ? ചേഞ്ച് സംഭവിച്ചു അല്ലെ. മിൽക്കിന് ചേഞ്ച് സംഭവിച്ചു. എന്തായിട്ട് മാറി? കേർഡായിട്ട് മാറി അല്ലെ. മിൽക്കിന് ചേഞ്ച് സംഭവിച്ചിട്ട് എന്തായിട്ടാ മാറിയത്? കേർഡായിട്ട് മാറി. ക്ലിയർ അല്ലേടാ? നെക്സ്റ്റ് ഒരു ഇമേജ് കണ്ടോ നിങ്ങള്? എന്താ ചെയ്തിരിക്കുന്നത്? ഒരു റബ്ബർ ബാൻഡ് എന്ത് ചെയ്തിരിക്കുകയാണ്? പിടിച്ച് വലിച്ചിരിക്കുകയാണ് അല്ലെ. സ്ട്രെച്ചിങ് ഓഫ് എ റബ്ബർ ബാൻഡ് അല്ലെ. അപ്പം സ്ട്രെച്ചിങ് ഓഫ് എ റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് എന്താടാ? ചേഞ്ച് അല്ലെ. ഇനിഷ്യലി എന്തായിരിക്കും? റബ്ബർ ബാൻഡ് കുറച്ച് ലൂസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളത് പിടിച്ച് വലിക്കുന്ന സമയത്ത് ലൂസ് ആയിട്ടുള്ള റബ്ബർ ബാൻഡ് എന്തായിട്ട് മാറി? സ്ട്രെച്ച് ആയിട്ട് മാറി അല്ലെ. സ്ട്രെച്ച് ആയിട്ട് മാറി. അപ്പൊ റബ്ബർ ബാൻഡിന് എന്ത് സംഭവിച്ചു? ചേഞ്ച് സംഭവിച്ചു. അങ്ങനെ നോക്കുമ്പം എല്ലാം എന്താണ് മക്കളെ? ചേഞ്ച് ആണ് അല്ലെ. ചേഞ്ച് ഇല്ലാതെ ഒന്നുമില്ല, എല്ലാം ചേഞ്ചസ് ആണ് അല്ലെ. അങ്ങനെയുള്ള ചേഞ്ചിനെ നമുക്ക് കെമിസ്ട്രിക്കാര് ചേഞ്ചസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദേ ആർ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. എന്താ? ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചും ഉണ്ട്. അങ്ങനെ ചേഞ്ചിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ ചേഞ്ചസിനെ നമ്മൾ വേറൊരു പേര് പറയും മക്കളെ, ടെമ്പററി ചേഞ്ചസ് എന്ന് പറയും. ഫിസിക്കൽ ചേഞ്ചസിനെ നമ്മൾ ടെമ്പററി ചേഞ്ചസ് എന്ന് പറയും. കെമിക്കൽ ചേഞ്ചിന് നമ്മൾ പെർമനന്റ് ചേഞ്ച് എന്നും പറയും. അപ്പം ഫിസിക്കൽ അല്ലെങ്കിൽ ടെമ്പററി ചേഞ്ചസും ഉണ്ട്, കെമിക്കൽ അല്ലെങ്കിൽ പെർമനന്റ് ചേഞ്ചസും ഉണ്ട്. അങ്ങനെ ചേഞ്ചസിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? എനി പ്രോസസ് that alters one or more properties of a substance. അങ്ങനത്തെ നമുക്ക് അതിന് കുറെ എക്സാമ്പിൾസ് നമ്മൾ കാണിച്ചു തന്നു. എന്തൊക്കെയാ കണ്ടത്? നമ്മൾ ബേണിംഗ് ഓഫ് വുഡ് കണ്ടു, കട്ടിംഗ് ഓഫ് വുഡ് കണ്ടു, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് കണ്ടു, സ്ട്രെച്ചിങ് ഓഫ് എ റബ്ബർ ബാൻഡ് കണ്ടു. ഇതൊക്കെ എന്താണ്? ചേഞ്ചസ് ആണ്. ആൻഡ് നമ്മൾ ആ ചേഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും നമ്മൾ ചേഞ്ചസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ഫിസിക്കൽ ചേഞ്ച്. എന്താ ഫിസിക്കൽ ചേഞ്ച് എന്ന് അറിയോടാ? ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സമയത്ത് എന്തൊക്കെയാണോ കാണുന്നത് അതാണ് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉള്ള ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ചേഞ്ചസ് ആണ് അതിന്റെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ എന്നെ നോക്കുമ്പം എന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തൊക്കെയാ? എന്റെ കളറ്, എന്റെ കണ്ണ്, മുഖം, ഇതൊക്കെ എന്താണ്? എന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇതിനെന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിലാണ് എന്ത് പറയാ? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, അതാണ് അതിന്റെ ഫിസിക്കൽ ചേഞ്ച്. അപ്പം പ്രോപ്പർട്ടീസ് സച്ച് ആസ് എന്താ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ. സൈസ്, ഷേപ്പ്, കളർ, ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാ. അങ്ങനത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ഫിസിക്കൽ ചേഞ്ച് എന്നാണ്. ഓക്കെ, a change in which a substance undergoes a change in its physical properties is called a physical change. A change in which a substance undergoes a change in its physical properties is known as physical change.
ഒരു സബ്സ്റ്റൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താടാ? ഇതൊക്കെ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഒരാളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഷേപ്പ് വരും, സൈസ് വരും, കളർ വരും, പിന്നെ സ്റ്റേറ്റും വരും ട്ടോ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റിൽ എന്താ വരിക? ഷേപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്തൊക്കെ ഷേപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഷേപ്പ് ഏതൊക്കെയാ? റൗണ്ട് ഷേപ്പിലുള്ള സാധനം സ്ക്വയർ ആയിട്ട് മാറുക, റെക്ടാങ്കിൾ ആയിട്ട് മാറുക, അല്ലെ റെക്ടാങ്കിൾ ആയിട്ടുള്ള സാധനം റൗണ്ട് ആയിട്ട് മാറുക. അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതാണ് അതിന്റെ ഷേപ്പിലുള്ള ചേഞ്ച്. ഓക്കെ, സൈസിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത്രയും സൈസുള്ള ഒരു പേപ്പറ്, അതിനെ ഞാൻ എന്ത് ചെയ്തുടാ ഞാൻ ക്രഷ് ചെയ്തു എന്ന് വിചാരിക്കുക. ലൈക്ക് ഒന്ന് ക്രംപിൾ ചെയ്തു, ഒന്ന് ചുരുക്കി എന്ന് വിചാരിച്ച പേപ്പറിന്. അപ്പൊ അതിന്റെ സൈസിൽ എന്ത് ചെയ്തു? വ്യത്യാസം വന്നു. ഓൾസോ ഞാൻ വുഡ് കട്ട് ചെയ്തു അല്ലെ. വുഡ് കട്ട് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? വലിയൊരു സൈസുള്ള വുഡ് അല്ലേ, അത് കട്ട് ചെയ്തപ്പം സൈസിൽ എന്ത് ചെയ്യുന്നു? വ്യത്യാസം വന്നു അല്ലെ. ആൻഡ് കളറിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, കളർ ചേഞ്ചസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ, കെമിക്കൽ ചേഞ്ചിൽ ഒരു കളർ ചേഞ്ച് വരും, അത് വേറെ കളർ ചേഞ്ച് ആണ്. ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലുള്ള കളർ ചേഞ്ച് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ സ്റ്റേറ്റില് വ്യത്യാസം എന്തെങ്കിലും, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള സോളിഡ് ലിക്വിഡ് ആവുക, ലിക്വിഡ് ഗ്യാസ് ആവുക, അങ്ങനത്തെ ഫിസിക്കൽ സ്റ്റേറ്റുകൾ ഉണ്ട്. ആ സ്റ്റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിലും നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് പറയാ. അപ്പൊ എന്താ മക്കളെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ആണ്. എങ്ങനത്തെ ചേഞ്ച് ആണ്? ഇഫ് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും. അപ്പൊ എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ സൈസ്, ഷേപ്പ്, പിന്നെന്താ കളറ്, സ്റ്റേറ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാന് ഒരു പേപ്പർ എടുത്തു കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ, ഒരു ബ്ലൂ കളറിലുള്ള പേപ്പർ എടുത്തു. ഈ പേപ്പറിനെ ഞാന് 4 പാർട്ടാക്കി കട്ട് ചെയ്തു. ഓക്കെ, ഈ പേപ്പറിനെ ഞാൻ 4 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തു. ഫിസിക്കൽ ചേഞ്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ പേപ്പറിനെ ഞാൻ ഇങ്ങനെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തു കേട്ടോ. എനിക്കിനി ഈ പേപ്പറിനെ തിരിച്ച് പഴയ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുവോടാ? എനിക്ക് ഈ പേപ്പറിനെ തിരിച്ച് പഴയ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി പറ്റുവോടാ? ഇല്ല അല്ലെ. പറ്റുമോന്ന് ചോദിച്ചാൽ പറ്റും. കാരണം ഇതിന്റെ സൈസും ഷേപ്പ് ഒന്നും വ്യത്യാസം വരുന്നില്ലല്ലോ. 4 പീസ് ഉണ്ട്, 4 സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷേ കമ്പൈൻ ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടിയ ഒരൊറ്റ പേപ്പറാക്കി മാറ്റാൻ പറ്റുമോ? ആ ഒരൊറ്റ പേപ്പറാക്കി മാറ്റാൻ പറ്റില്ല അല്ലെ, ഒട്ടിക്കൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ പറ്റൂല. പക്ഷെ എങ്ങനെ പറ്റും? ഞാൻ ഇതിനെ ക്ലോസ് ആക്കിയിട്ട് എനിക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് പഴയ ഒരു പേപ്പറിന്റെ സ്ട്രക്ചർ തന്നെ കിട്ടില്ലേടാ, ആ ഒരു ഷേപ്പ് തന്നെ കിട്ടില്ലേടാ. അതേ പേപ്പറായിട്ട് കിട്ടൂല, പക്ഷെ എന്താ ആ ഒരു സൈസിലുള്ള ഒരു സംഭവം കിട്ടുമല്ലോ, എനിക്ക് കിട്ടുമല്ലോ. അപ്പൊ എന്താണ് ഇത്? ഒരു ഓൾമോസ്റ്റ് റിവേഴ്സിബിൾ ആണ് അല്ലെ ഇത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ചോക്ക് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് പൗഡർ ചെയ്തു. നിങ്ങൾക്ക് ചോക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കുമല്ലോ, ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ചോക്ക് എടുക്കുക, ചോക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഞാൻ ചോക്ക് പൗഡർ ഉണ്ടാക്കി. ഓക്കെ, ചോക്ക് പൗഡർ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്പം ഇനീഷ്യലി ചോക്കായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, ചോക്കായിരുന്നു. ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട്, ചോക്കിന്റെ പൗഡറിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു പേസ്റ്റ് പോലെ ആക്കി കേട്ടോ. ആ പേസ്റ്റിനെ ഞാൻ, ഇത് ചോക്ക് പൗഡർ അല്ലേ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ഇത് ചോക്ക് പൗഡർ ആണെന്ന്? ആ പേസ്റ്റിനെ ഞാൻ വീണ്ടും ഉരുട്ടി ചോക്കിന്റെ ഷേപ്പിലേക്ക് ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ചോക്ക് പൗഡർ ആക്കി, വെള്ളം ഒഴിച്ചു, വീണ്ടും എന്താക്കി? കുഴച്ചിട്ട് ചോക്കാക്കി മാറ്റി. അപ്പം അവിടെയൊക്കെ ചേഞ്ചസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ചോക്ക് ഫസ്റ്റ് പൗഡർ ആക്കിയപ്പം ചോക്കിനൊരു ചേഞ്ച് പറ്റി അല്ലെ. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചപ്പം വേറൊരു ചേഞ്ച് വന്നു അല്ലെ. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും എന്താക്കി? വീണ്ടും എഗെയിൻ ഞാൻ പഴയ ചോക്കാക്കി മാറ്റി. അപ്പം എന്താണ് ഈ ചേഞ്ച്? എന്താടാ? റിവേഴ്സിബിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ.
എന്താ ഇവിടെ ഫിഗറിൽ കാണുന്നത്? ഐസ് ക്യൂബ്സ് ആണ് അല്ലെ? ഐസ് ക്യൂബ്സ് ആണ്. ചൂടുകാലത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ ഐസ് ക്യൂബ്സ്. അപ്പം ഈ ഐസിന്റെ ക്യൂബിനെ ഞാൻ കുറച്ചു നേരം എടുത്തിട്ട് പുറത്ത് വെച്ചു. ഓക്കെ, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഐസ് ക്യൂബ് എടുത്തിട്ട് പുറത്ത് വെച്ചു. ഈ ഐസ് ക്യൂബ് കുറച്ച് കഴിയുന്ന സമയത്ത് എന്താവാൻ തുടങ്ങും? മെൽറ്റിംഗ് സംഭവിക്കും അല്ലെ? മെൽറ്റിംഗ് ഓഫ് ഐസ് സംഭവിക്കും. അപ്പം ഐസ് പുറത്ത് വെക്കുന്ന സമയത്ത് ഐസ് മെൽറ്റ് ചെയ്യും അല്ലെ? ഇനി മെൽറ്റ് ചെയ്തിട്ട് എന്താ കിട്ടുക? ഐസ് എന്തായിട്ട് മാറും ഇടാം? ഐസ് വെള്ളമായിട്ട് മാറും. ഐസ് വെള്ളമായിട്ട് മാറും. ഈ വെള്ളത്തിനെ, എന്റെ ചോദ്യം ശ്രദ്ധിക്കണേ, എന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, ഈ വെള്ളത്തിനെ എനിക്ക് തിരിച്ച് ഐസ് ആക്കാൻ പറ്റുമോ? വെള്ളത്തിനെ എനിക്ക് തിരിച്ച് ഐസ് ആക്കാൻ വേണ്ടി പറ്റുമോ? എന്ത് ചോദ്യ അല്ലെ? എന്ത് ചോദ്യ? വെള്ളത്തിന് ഐസ് ആക്കാൻ എന്ത് ചെയ്താ മതി? ഫ്രീസ് ചെയ്താ പോരെ? ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാ പോരെ? അതിനെ വെള്ളത്തിനെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാല് എനിക്ക് തിരിച്ച് ഐസ് ആക്കാൻ പറ്റും അല്ലേ? എന്തൊരു ക്വസ്റ്റ്യനാ ഞാൻ ചോദിച്ചത് അല്ലേ? അപ്പം ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താടാ? റിവേഴ്സിബിൾ അല്ലേ? സോ ഇതെന്താണ്? റിവേഴ്സിബിൾ ആണ് അല്ലെ? അപ്പൊ മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് പറയുന്നത് ഐസിനെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടറിനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഐസ് ക്യൂബ് തന്നെ കിട്ടും. സോ ദിസ് ഈസ് എ റിവേഴ്സിബിൾ ചേഞ്ച് അല്ലെ? എന്ത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. നെക്സ്റ്റ് കണ്ടോടാ നിങ്ങള്. ഞാന് ഒരു പാത്രത്തില് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ ചൂടാക്കി. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഹീറ്റ് കൊടുത്തു. അത് ചൂടാക്കുന്ന കണ്ടില്ലേ നിങ്ങള്? ചൂടാക്കിയിട്ട് വാട്ടർ എന്തായിട്ട് മാറി? തിളച്ച് കുറെ നേരം ബോയിലിംഗ് പോയിന്റ് ആയപ്പോ, അതായത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയ സമയത്ത് ഇവിടെ കൂടെ ഇങ്ങനെ നീരാവി പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആവിയായിട്ട് പോകുന്നില്ലേടാ? ഓക്കെ, വാട്ടർ എന്തായിട്ട് മാറും? വാട്ടർ വേപ്പർ ആയിട്ട് പോകും. നിങ്ങൾ പലപ്പോഴും വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ കാണാത്തായിട്ടുണ്ടാവില്ല. നിങ്ങൾ കാണാത്ത എക്സാമ്പിൾ അല്ല ഞാൻ പറഞ്ഞതൊന്നും അല്ലെ? അപ്പം വെള്ളം തിളച്ചിട്ട് നീരാവി ആകുമ്പം വാട്ടർ ഇവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് വെള്ളം എന്ന് പറയുന്നത് H2O തന്നെയാണ്. വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. നേരെ മറിച്ച് ഈ പോകുന്ന വാട്ടർ വേപ്പർ എന്ന് പറയുന്നതും H2O ആണ് അല്ലെ? എനിക്ക് ഈ വാട്ടർ വേപ്പറിനെ തിരിച്ച് അപ്പൊ ഇതൊരു ചേഞ്ച് അല്ലേടാ? വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. ഇതൊരു ചേഞ്ച് അല്ലേ? ചേഞ്ച് ആണ് അല്ലെ? ആദ്യം വെള്ളം പോലെയായിരുന്നു വരുന്നത്, പിന്നെ അത് വേപ്പേഴ്സ് ആയിട്ട് മാറി. രണ്ടും വെള്ളമാണെങ്കിലും രണ്ടും വാട്ടറിന്റെ സെയിം കോൺസ്റ്റന്റ് ആണെങ്കിൽ പോലും വെള്ളം എന്തായിട്ട് മാറിയടാ? വേപ്പേഴ്സ് ആയിട്ട് മാറി. എനിക്ക് ആ വേപ്പറിനെ തിരിച്ച് വെള്ളമാക്കാൻ പറ്റുമോ? തിരിച്ച് വേപ്പറിനെ വെള്ളമാക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? എന്ത് ചെയ്താൽ മതി? അടച്ചു വെച്ചാൽ മതി അല്ലെ? അടച്ചു വെച്ച മതി. വലിയൊരു പാത്രമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വലിയൊരു പാത്രം എടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി അല്ലെ? അടച്ചു വെച്ചാൽ മതി. അപ്പൊ എന്താ സംഭവിക്കുക? തണുക്കുന്ന സമയത്ത് വാട്ടർ വേപ്പേഴ്സ് കണ്ടൻസ് ചെയ്തിട്ട് എനിക്ക് വീണ്ടും എന്ത് കിട്ടും? വെള്ളം കിട്ടും അല്ലെ? അപ്പം തണുപ്പിച്ചു കഴിഞ്ഞാല് ഇത് കണ്ടൻസ് ചെയ്തിട്ട് വെള്ളമായിട്ടും മാറും. അപ്പം വെള്ളത്തിന് എനിക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്? വാട്ടറിനെ എനിക്ക് വേപ്പർ ആക്കാനും പറ്റുന്നുണ്ട്. വേപ്പറിനെ തിരിച്ച് എന്താക്കാനും പറ്റും? വാട്ടർ ആക്കാനും പറ്റും. അപ്പം ഈ ചേഞ്ച് എന്താ? ഈ ചേഞ്ച് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താ? റിവേഴ്സിബിൾ അല്ലെ? ഇവിടെ എന്തെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ടോടാ? പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല അല്ലെ? വെള്ളം നീരാവി ആവുന്നു, ദാറ്റ് ഈസ് വാട്ടർ. വേപ്പേഴ്സ് ആവുന്നു, വേപ്പർ തിരിച്ച് വെള്ളം ആവുന്നു. ഇൻ ബിറ്റ്വീൻ വേറെ കോമ്പൗണ്ട്സോ വേറെ ഒരു സാധനം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഇടയിൽ ബിരിയാണി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെ? അപ്പം സെയിം കണ്ടൻസ് തന്നെയാണ്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഞാനൊരു കത്തി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു എക്സോ ബ്ലേഡ് എടുത്തിട്ട് ഞാൻ ചൂടാക്കുന്നു. ഓക്കെ, ചൂടാക്കി ഇത് റെഡ് ഹോട്ട് ആവുന്നു, കുറെ ചുവന്ന കളറിലാവുന്നു കേട്ടോ. എക്സോ ബ്ലേഡ് എടുത്ത് അല്ലെങ്കിൽ ഒരു നൈഫ് എടുത്തിട്ട് ചൂടാക്കുന്നു. നിങ്ങളിത് ചെയ്യാൻ പാടില്ല കേട്ടോ, ചെയ്യാൻ പാടില്ല. ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. ചൂടാക്കി കഴിഞ്ഞിട്ട് നല്ല എന്താവും? ചൂടാവുന്ന സമയത്ത് ഒരു റെഡ് കളറായിട്ട് മാറും. എന്നിട്ട് ഞാൻ തീന്ന് പുറത്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ സമയം കഴിയുമ്പം ആ ചൂടൊക്കെ പോകുന്ന സമയത്ത് തിരിച്ചെന്താവൂടാ? തിരിച്ച് ഇനീഷ്യൽ കളർ തന്നെയായിട്ട് മാറും. അപ്പം ഇത് ചൂടാക്കുന്നതും എന്താണിടാ? ഒരു റിവേഴ്സിബിൾ ആണ് അല്ലെ? അപ്പം ചൂടാവാത്ത സമയത്ത് ഇത് എന്തായിരുന്നു? ഒരു നോർമൽ കളർ ഉണ്ടായിരുന്നു. ഞാൻ ചൂടാക്കാൻ തുടങ്ങിയ സമയത്ത് കുറെ നേരം ചൂടാക്കി, ഒരുപാട് നേരം ചൂടാക്കിയപ്പം അതൊരു റെഡ് കളർ ആയിട്ട് മാറി. ഓക്കെ, റെഡ് കളർ ആയിട്ട് മാറി. പിന്നെ ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു.
ഓക്കെ, അപ്പം വീണ്ടും എന്തായി, പഴയ സ്റ്റേജ് ആയിട്ട് മാറി. അപ്പം ഇതും എന്താടാ, റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ആണ് അല്ലെ, ഹീറ്റിംഗ് ഓഫ് ആൻ ആക്സോബ്ലേഡ് അല്ലെ, റിവേഴ്സിബിൾ ആണ് അല്ലെ. സോ ഇപ്പൊ നമ്മൾ ഈ ചെയ്തിരിക്കുന്നതെല്ലാം എന്താണ്, ഓൾമോസ്റ്റ് റിവേഴ്സിബിൾ ആണ് അല്ലെ. അപ്പം അങ്ങനത്തെ ചേഞ്ചസ് ആണ് എന്തടാ, ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും, ടെമ്പററി ആയിട്ട് ചെയ്യുന്ന ചേഞ്ചസ് ആയിരിക്കും. ടെമ്പററി ചേഞ്ചസ് എന്നല്ലേ നമ്മൾ ഫിസിക്കൽ ചേഞ്ചിനെ വിളിച്ചത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെമ്പററി ആയിട്ട് നടക്കുന്ന ചേഞ്ചസ് ആയിരിക്കും. അവിടെ പുതിയ ആൾക്കാരൊന്നും ഫോം ചെയ്യില്ല അല്ലെ. നമ്മൾ എക്സാമ്പിൾസ് ആരൊക്കെയാ പറഞ്ഞത്, നമ്മൾ ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആയിട്ട് പേപ്പർ കട്ട് ചെയ്തു, വീണ്ടും യുണൈറ്റ് ചെയ്ത് പഴയൊരു പേപ്പർ ആക്കിയിട്ട് മാറ്റി. അത് ഒരു ഫിസിക്കൽ ചേഞ്ച് അല്ലെ. തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അല്ലെ, ഓൾമോസ്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ലേ. സോ എന്താണ്, പുതിയ ആൾക്കാരൊന്നും അവിടെ ഫോം ചെയ്യും, പേപ്പർ മാറിയിട്ട് അവിടെ വേറെ ആരും ഉണ്ടായിട്ടില്ല അല്ലെ. പേപ്പർ കട്ട് ചെയ്തു, അപ്പോഴും എന്താണ്, പേപ്പർ തന്നെയാണ് കേട്ടോ. അപ്പൊ അതെന്താണ്, റിവേഴ്സിബിൾ ആണ്, ഓൾമോസ്റ്റ് റിവേഴ്സിബിൾ ആണ്. ആൻഡ് എന്താണ്, പുതിയ ആൾക്കാരൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യുന്നില്ല. അങ്ങനത്തെ ആൾക്കാരാണ് എന്താ ഫിസിക്കൽ ചേഞ്ചിൽ ഉണ്ടാവുക. അതാണ് ഫിസിക്കൽ ചേഞ്ച്. ചോക്ക് പൗഡറിൽ വെള്ളം ഒഴിച്ചു, ചോക്കാക്കി മാറ്റി അല്ലെ. അപ്പൊ എന്താണ്, റിവേഴ്സിബിളും ആണ്. ഇവിടെ പുതിയ ആൾക്കാർ ആരെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടോ, ഇല്ല, പുതിയ ആൾക്കാരൊന്നും ഫോം ചെയ്തിട്ടില്ല. അത് എന്താണ്, ഫിസിക്കൽ ചേഞ്ച് ആയതുകൊണ്ടാട്ടോ. അതിന്റെ സൈസിലും അതിന്റെ ഷേപ്പിലും അതിന്റെ കളറിലൊക്കെ വ്യത്യാസം വരുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റിലുള്ള വ്യത്യാസം. ഇതാണ് സ്റ്റേറ്റിലുള്ള വ്യത്യാസം അല്ലെ. സോളിഡ് സ്റ്റേറ്റിന് ലിക്വിഡ് സ്റ്റേറ്റ് ആക്കി മാറി. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, സോളിഡ് എന്ന് പറഞ്ഞാൽ ഐസ് ക്യൂബ് പോലെയൊക്കെ അല്ലെ, കുറച്ച് പിടിക്കാനൊക്കെ കട്ടിയുള്ള സ്റ്റേറ്റിനാണ് എന്ത് പറയാ, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയാം. ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് സോളിഡ് അല്ലെ, സോളിഡ്. എക്സാമ്പിൾ എന്താ, ഐസ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഏതാ, ലിക്വിഡ്. എക്സാമ്പിൾ എന്താ, വാട്ടർ അല്ലെ. വെള്ളം പോലെ ഇരിക്കുന്ന സ്റ്റേറ്റ് ആണ് എന്ത്, ലിക്വിഡിന്റെ സ്റ്റേറ്റ്. വെള്ളം പോലെയുള്ള സ്റ്റേറ്റ് ആണ് എന്ത്, ലിക്വിഡ് സ്റ്റേറ്റ്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഗ്യാസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് എയർ അല്ലെ. എയറിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ടല്ലോ അല്ലെ. ഓക്സിജൻ ഉണ്ട് അല്ലെ, നമ്മുടെ ചുറ്റും ഗ്യാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ട് അല്ലെ. സോ അതാണെന്ത്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്, ഇപ്പം സോളിഡ് ആയിട്ടുള്ള ഐസ് അല്ലെ, സോളിഡ് സ്റ്റേറ്റ് അല്ലേ ഐസ്. സോളിഡ് ആയിട്ടുള്ള ഐസ് ടെമ്പറേച്ചർ കുറച്ചു നേരം പുറത്തെടുത്ത് വെക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും, മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് ആയിട്ട് മാറും. ഇവിടെ പുതിയ ആൾക്കാർ എന്തെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടോ, ഇല്ല അല്ലെ. പുതിയ ആൾക്കാരൊന്നും ഫോം ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഈ ലിക്വിഡിനെ എനിക്ക് എടുത്ത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് I will get ഐസ് തന്നെ കിട്ടും. സോ ദിസ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെ. ഇതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അല്ലെ, റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നതും വാട്ടറിനെ ഹീറ്റ് ചെയ്തിട്ട് വാട്ടർ വേപ്പർ ആവുന്നതും തിരിച്ച് വാട്ടർ വേപ്പറിനെ തിരിച്ച് വാട്ടർ ആക്കുന്നതും എന്താണ്, പുതിയ ഫോംസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, പുതിയ സബ്സ്റ്റൻസസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഇതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് അല്ലെ. ആൻഡ് ആക്സോബ്ലേഡ് ചൂടാക്കുന്നതും എന്താണ്, പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അല്ലെ. സോ ഇങ്ങനത്തെ ചേഞ്ചസിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് കെമിക്കൽ ചേഞ്ച് പഠിക്കാനുണ്ട്. അത് നമുക്ക് വേറൊരു സെഷനിൽ പഠിക്കാം. നിങ്ങൾക്ക് ഫിസിക്കൽ ചേഞ്ചസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് കെമിക്കൽ ചേഞ്ച് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം.